ഉടുമ്പൻചോല MLA സേനാപതി വേണുവിനെതിരെ പ്രതിഷേധം. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ MLA സ്വീകരിക്കാൻ നിന്നവർ തന്നെ MLAക്കെതിരെ പ്രതിഷേധിച്ച് മടങ്ങി. കാത്തുനിന്നവരെ കാണാതെ MLA പോകാൻ ശ്രമിച്ചതാണ് ഈ പ്രതിഷേധത്തിന് കാരണമായത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇന്ന് ഞാൻ നിങ്ങളെ സാറിന് തിരക്കാൻ ഞങ്ങളെ സാറിന്റെ തിരക്കൊണ്ട് വരുന്നുണ്ടെന്ന് കേട്ടോണ്ട് ഞങ്ങൾ അപേക്ഷ ഞങ്ങളെ കണ്ടപ്പോ അരമണിക്കൂർ അല്ല വോട്ടിന്റെ സമയത്ത് ഞങ്ങളെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ. ഇനി ഇവിടെ ആൾക്കാരുണ്ടോ? ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ജെയിൻ, ഒരു മാസം പിറകോട്ട് പോയാൽ വോട്ട് ചോദിച്ച് ഓരോ വീട്ടിലും കയറിയിരുന്നു സേനാപതി വേണു. അതാണ് ആ വോട്ടർ ഓർമ്മിപ്പിച്ചതും. എന്തുകൊണ്ടാണ് മണ്ഡലത്തിൽ നിന്ന് MLA കാണാൻ എത്തിയ ആളുകളെ കാണാൻ സമയമില്ലാത്തത്? അത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ എതിർപ്പിനെ തുടർന്നാണ് ഇദ്ദേഹം അവിടെ പ്രദേശത്ത് കൂടി നിന്ന ആളുകളെ കാണാൻ തയ്യാറാകാതിരുന്നത്. ഈ പൊന്നാമല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നിരവധി കുടുംബങ്ങൾക്ക് ഭീഷണിയായി വലിയൊരു പാറ താഴേക്ക് പതിക്കാറായി നിന്നിരുന്നു. അത് MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് അത് അവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റിയത്. ജില്ലാ ഭരണകൂടമാണ് ആ നടപടി സ്വീകരിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെത്തിയ MLA അനുമോദിക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നിവേദനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വാർഡ് മെമ്പർ തോമസ് തെക്കിയലിന്റെ നേതൃത്വത്തിൽ ആളുകൾ അവിടെ കാത്തു നിന്നത്. പക്ഷെ ആ സമയത്ത് ഈ വാർഡ് മെമ്പർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ആളാണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരെയും അതോടൊപ്പം തന്നെ CPM-നെതിരെയും ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പാടില്ല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെ കാണാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കോൺഗ്രസ് വാർഡ് കമ്മിറ്റി മുന്നോട്ട് വെക്കുകയായിരുന്നു. അത് അനുസരിച്ചിട്ടാണ് MLA ഇവർ കാണാൻ കൂട്ടാക്കാതിരുന്നത്. എന്തായാലും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് നാടിന്റെ ജനപ്രതിനിധിയാണ്. ജെയിനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.